ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടിവിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ നിയമത്തിലെ കുടുംബചിന്തകളിലേക്കും കുടുംബധ്യാനത്തിലേക്കും കടന്നിരിക്കുന്ന നാം കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ കുടുംബത്തെപ്പറ്റി, തിരുക്കുടുംബത്തെപ്പറ്റിയുള്ള ധ്യാനമാണ് നാം നടത്തിയത്. പരിപൂർണതയുള്ള തിരുക്കുടുംബത്തിൻ്റെ ധ്യാനത്തിൽ നിന്നും പരിപൂർണതയിലേക്ക് പക്വമാകുന്ന ഒരു കുടുംബത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുക. സ്നാപയോഹന്നാൻ്റെ കുടുംബമായ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബം. ഒരുപക്ഷെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു കുടുംബ ജീവിതത്തെപ്പറ്റി നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈ സ്നാപയോഹന്നാനെ പറ്റി 4 സുവിശേഷങ്ങളും വളരെ വിശാലവും വളരെ വിശിഷ്ടവുമായ ചില ചിന്തകളും ചില മാർഗനിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും, ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 9 മുതൽ 34 വരെയുള്ള വചനങ്ങളും, ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 1 മുതൽ 9 വരെയും 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ഈ കുടുംബത്തിൻ്റെ വിശേഷതരമായ ചിത്രങ്ങൾ നാം കാണുന്നുണ്ട്. യോഹന്നാൻ്റെ ദൗത്യത്തെപ്പറ്റി സുവിശേഷങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതും നമുക്കറിയാം. എന്തായിരുന്നു ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത? ആ കുടുംബത്തിലെ പിതാവ് പുരോഹിതനായ സക്കറിയ, മാതാവ് എലിസബത്ത്, അവരുടെ ഏകമകനായ സ്നാപക യോഹന്നാൻ. അവരുടെ താമസം യൂദയായിലെ മലമ്പ്രദേശത്ത്. അവരുടെ ഗോത്രം ലേവി ഗോത്രം എന്നൊക്കെ സുവിശേഷം നമ്മോട് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ പരമ്പരാഗതമായ ആഴമായ പാരമ്പര്യമുള്ള കുടുംബ മഹിമയുള്ള ഒരു കുടുംബം എന്ന് നാം മനസ്സിലാക്കുകയാണ്. ലേവിയുടെ അബിയാ ഗോത്രത്തിലെ പുരോഹിതനായിരുന്നു സക്കറിയ എന്ന് നമുക്കറിയാം. അഹ്റോൻ്റെ പുത്രിമാരിൽ ഒരുവളായ എലിസബത്ത് ആയിരുന്നു. എലിസബത്തും അതേ ഗോത്രത്തിൽ പിറന്ന ഒരുവളായിരുന്നു നാം കാണുമ്പോൾ ആഴമായ ദൈവത്തിൻ്റെ ബന്ധവും ദൈവീകമായ അംശങ്ങളും നിറഞ്ഞ കുടുംബത്തിൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുക. സക്കറിയായുടെ പേര് തന്നെ വളരെ മനോഹരമാണ്. കർത്താവ് ഓർമ്മിച്ചു എന്നാണ് സക്കറിയായുടെ പേര്. എലിസബത്തിൻ്റേതാകട്ടെ ദൈവത്തിൻ്റെ പൂർണ്ണത, അല്ലെങ്കിൽ ദൈവം ശപഥം ചെയ്തു എന്നൊക്കെയാണ്. ഇപ്രകാരം ദൈവികമായ അംശങ്ങൾ നിറഞ്ഞു നിന്ന ഈ കുടുംബത്തിലേക്കാണ് ദൈവിക ഇടപെടൽ പ്രകാരം സ്നാപയോഹന്നാൻ ജനിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ വിശേഷതരമായ കുടുംബത്തിൻ്റെ ആഴമായ ചിന്തയിലേക്ക് നാം കടക്കുമ്പോൾ പുരോഹിതനായ സക്കറിയായിക്ക് യഹൂദരുടെ ഏക ദേവാലയമായ ജെറുസലേം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിന് നറുക്കുവീഴുകയും അപ്രകാരം പുരോഹിത വിധി പ്രകാരം ധൂപം അർപ്പിക്കുകയും ചെയ്യുന്ന സമയത്താണ് ആ കുടുംബത്തിലേക്ക് വലിയ നിയോഗവും ദൈവ അനുഭവവും ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. വൃദ്ധരായ ദമ്പതികളായിരുന്ന, സാധാരണക്കാരായിരുന്ന ആ കുടുംബത്തിലേക്ക് ദൈവം തൻ്റെ പ്രത്യേകമായ കൃപയും അനുഗ്രഹവും വർഷിക്കുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന ചലനങ്ങളെ പറ്റിയാണ് ഇന്ന് നാം കൂടുതലായി ചിന്തിക്കുക. അവരെപ്പറ്റി സുവിശേഷത്തിൽ പറയുന്ന ഇപ്രകാരമായിരുന്നു: കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീതിനിഷ്ഠയോടെ അനുഷ്ഠിക്കുന്നവരും പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരുന്നവരുമായിരുന്നു. ഈ പ്രാർത്ഥനാവേളകളിലാണ്, നിരന്തരമുള്ള ഈ പ്രാർത്ഥനയുടെ സമയത്താണ് ദൈവം ഇടപെടുന്നത് എന്ന് നാം കാണുന്നു. എന്നാൽ ഇവിടെ വിശേഷപ്പെട്ട ചില അനുഭവം എന്ന് പറയുന്നത് ദൈവഭക്തനും പ്രാർത്ഥനാപൂർണനും ധർമ്മനിഷ്ഠരുമായ അവർക്ക് യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് തങ്ങളുടെ തലമുറയെ നിലനിർത്താൻ മക്കളില്ലായിരുന്നു. അവരുടെ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റം വരെ അവർ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നിട്ടും അവർക്ക് മക്കളില്ലായിരുന്നെന്ന് സുവിശേഷം സാക്ഷിക്കുമ്പോൾ ധർമ്മനിഷ്ഠരും നീതിരഹിതരുമായ, അല്ലെങ്കിൽ ധർമ്മനിഷ്ഠരും നീതിപൂർണരുമായവർക്ക് എന്തേ ഈ അവസ്ഥ എന്ന് ഇന്നും പല കുടുംബങ്ങളും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അവരുടെ ജീവിതം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കുടുംബങ്ങൾ നേരിടുമ്പോൾ തങ്ങളുടെ ധർമ്മനിഷ്ഠയോ തങ്ങളുടെ പ്രാർത്ഥനകളോ ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുന്നില്ല എന്ന് നിരാശാപൂർവം ചിന്തിക്കുന്ന ചില കുടുംബങ്ങൾക്കുള്ള ഒരു മാതൃകയാണ് ഈ കുടുംബം.
എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് മക്കളില്ലായിരുന്നിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനോ ദൈവത്തെ പരീക്ഷിക്കുവാനോ ഇവർ മുതിർന്നില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഈ കുടുംബത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠത്തെപ്പറ്റി നമുക്ക് മനസ്സിലാവുക. എന്നിരുന്നാലും ദൈവം തൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതും ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപമർപ്പിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ദൈവം സംസാരിക്കുമ്പോൾ അത് വിശ്വസിക്കാനാവാത്ത വിധം അവരുടെ ഹൃദയത്തിൽ ചില അന്ധകാര ശകലങ്ങളുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കാം. ഇവിടെയാണ് നാം കാണുന്ന പക്വത പ്രാപിക്കേണ്ട പൗരോഹിത്യത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക. സക്രിയ ഒരു പുരോഹിതനായിരുന്നിട്ടും ദേവാലയത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ദേവാലയ ബന്ധിയായി ജീവിച്ചിട്ടും ദൈവത്തിൽ അത്രമാത്രം ആഴത്തിൽ വിശ്വസിക്കുവാൻ മാത്രം ഈ പുരോഹിതനായ സക്രിയായ്ക്ക് സാധിച്ചില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതേ സ്വഭാവവും അതേ വികാര വിചാരങ്ങളുമുള്ള വ്യക്തികൾ ഇന്നും നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കാണപ്പെടുന്നു. അതിനർത്ഥം പക്വത പ്രാപിക്കേണ്ട, വിശ്വാസത്തിലേക്ക് ഉയരേണ്ട ഒരു പൗരോഹിത്യത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ആവശ്യകതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ ധർമ്മനിഷ്ഠരായിരുന്നുവെങ്കിലും പ്രാർത്ഥനാപൂരിതരായിരുന്നെങ്കിലും അവർക്ക് വളരേണ്ട ഒരു തലമുണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ തീഷ്ണതമാർന്ന ദൈവ വചനത്തിൽ ആഴമായി വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത. സംശയമുണർത്തുന്ന ചില ചിന്തകൾ സഖറിയായുടെ വായിൽ നിന്നും വരുന്നത് നമുക്ക് കാണാം. ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. അതിനുത്തരമായി ഗബ്രിയേൽ ദൂതൻ പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. യഥാകാലം നടക്കേണ്ടിയിരിക്കുന്ന ഈ കാര്യം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിരിക്കും. ഈ അവിശ്വാസത്തിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. അങ്ങനെ സഖറിയ പുരോഹിതൻ മൗനിയായിത്തീരുകയും മൂകനായിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥാന്തരം നാം കാണുന്നു. അങ്ങനെ മൂകനായി 10 ചന്ദ്രമാസങ്ങൾ കടന്നു പോകുന്നത് നാം കാണുന്നു. എലിസബത്തിനെ സംബന്ധിച്ചും ഇപ്രകാരം പക്വത ആർജിക്കേണ്ട ഒരു മാതൃത്വ ഭാവവും നാം കാണുന്നുണ്ട്. ദൈവം എന്നെ കടാക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയ എലിസബത്തും പക്ഷേ മനുഷ്യരുടെ വെളിച്ചത്തിലേക്ക് വരുവാനോ തനിക്ക് ദൈവം നൽകിയ അത്ഭുതകരമായ കാര്യത്തെ പ്രഘോഷിക്കുവാനോ മുതിരുന്നതിന് പകരം അവൾ ഉൾവലിഞ്ഞ് തൻ്റെ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞു എന്ന് നാം കാണുന്നു. എന്നാൽ 6 മാസത്തിനു ശേഷം പരിപൂർണയാക്കപ്പെട്ട ഒരു അമ്മയുടെ സാന്നിധ്യം അവളുടെ മാതൃത്വ ഭാവത്തെ ഒരു പ്രഘോഷണമായി പുറത്തേക്ക് കൊണ്ടുവരുന്നതും അവൾ സാക്ഷിയായിത്തീരുന്നതും ദൈവത്തിൻ്റെ വിസ്മയ കാര്യങ്ങളെപ്പറ്റി, അതിരറ്റ കാരുണ്യത്തെപ്പറ്റി പ്രഘോഷിക്കുന്നതും നാം കാണുന്നു. അങ്ങനെ ക്രമേണ പക്വമാക്കപ്പെടുന്ന അവരുടെ മാതൃത്വ പിതൃത്വ ഭാവം നാം ഇവിടെ കാണുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ചില വെല്ലുവിളികൾ, അതിലൂടെ പല കുടുംബങ്ങളും പക്വമാക്കപ്പെടേണ്ടിയിരിക്കുന്നു, പക്വമായി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ചിത്രം നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവിശ്വാസത്തിൽ തുടങ്ങിയ സഖറിയായുടെ യാത്ര, പുറത്തേക്ക് വരുവാൻ വിമുഖത കാണിച്ച എലിസബത്തിൻ്റെ യാത്ര 10 മാസമാകുമ്പോഴേക്കും വിശ്വാസത്തിൻ്റെ ഉന്നതിയിലേക്ക് കടന്നിരുന്നു എന്ന് നാം കാണുന്നത് അവരുടെ സ്തുതി കീർത്തനങ്ങളിലാണ്, സങ്കീർത്തനങ്ങളിലാണ്. യോഹന്നാൻ്റെ ജനന സമയത്ത് സഖറിയായുടെ വായ് തുറക്കുകയും സഖറിയ ദൈവത്തെ പ്രഘോഷിക്കുന്നതും ദൈവത്തിൻ്റെ സ്തുതി പാടുന്നതും കീർത്തനം ആലപിക്കുന്നതും പ്രവചിക്കുന്നതും നാം കാണുന്നു. നീണ്ട 6 മാസത്തെ ഉൾവലിയലും 10 മാസത്തെ മൗനത്തിനും ശേഷം അവർ സങ്കീർത്തനം ആലപിക്കുന്ന സങ്കീർത്തകനും ദൈവത്തിൻ്റെ വഴികളെപ്പറ്റി പ്രവചിക്കുന്ന പ്രവാചകനുമായി രൂപാന്തരപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പക്വതയാർന്ന ഒരു പൈതൃകത്തെപ്പറ്റി, ഒരു പിതൃത്വത്തെപ്പറ്റി, ഒരു പ്രവാചകത്തെപ്പറ്റി നമുക്ക് നൽകുകയാണ്. ഇവിടെ സഖറിയ പ്രവാചകൻ, സഖറിയ പുരോഹിതൻ പഴയ നിയമത്തിലെ പുരോഹിത ഗണത്തിൻ്റെ പ്രതിനിധിയായി തുടങ്ങുന്നുവെങ്കിൽ അവസാനിക്കുന്നത് പുതിയ നിയമത്തിലെ പുതിയ പൗരോഹിത്യത്തിൻ്റെ കണ്ണിയായാണ്. ഈ പുതിയ പൗരോഹിത്യം തൻ്റെ മകനായ യോഹന്നാനിലൂടെ പുതിയ നിയമത്തിൻ്റെ വലിയ പ്രകാശത്തിലേക്ക്, പുതിയ പന്താവിലേക്ക് ചരിക്കുന്നത് നാം കാണുന്നു. ആ കുടുംബത്തിലുണ്ടാകുന്ന കുഞ്ഞ്, ഈ ശിശു ആരായിത്തീരും എന്ന ചോദ്യത്തിന് ഉത്തരമായി ഈശോ
പിന്നീട് യോഹന്നാനെ സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല. മനുഷ്യകുലത്തിൽ സ്ത്രീകളിൽ നിന്ന് ജാതനായവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന യേശുവിൻ്റെ സാക്ഷ്യം തന്നെ ആ കുടുംബത്തിൻ്റെ വിശ്വാസദാർഢ്യത്തിലേക്ക്, പക്വതയാർന്ന ഒരു തലത്തിലേക്ക് ഉയർന്നതിൻ്റെ സാക്ഷ്യം തന്നെയാണ്. 10 മാസത്തെ ഈ മരുഭൂമി അനുഭവം തീർച്ചയായും ഈ ദമ്പതികളെ വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് നയിച്ചിരുന്നു എന്ന് ചുരുക്കം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഇപ്രകാരമുള്ള ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ പാഠമാകേണ്ട ഒരു കുടുംബമാണ് സഖറിയായുടെയും എലിസബത്തിൻ്റെയും സ്നാപയോഹന്നാൻ്റെയും കുടുംബം. ഒരുപക്ഷെ പക്വതയാർന്ന വിശ്വാസത്തിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ, ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം മരുഭൂമിയിലെ ശബ്ദമായി തീരുന്ന ചില മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവം നിയോഗിക്കുമ്പോൾ ആ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത ഈ സുവിശേഷങ്ങൾ നമ്മോട് സാക്ഷിക്കുകയാണ്, നമ്മോട് പറഞ്ഞു തരികയാണ്. അപ്രകാരം വിശ്വാസത്തിലേക്ക് വളരുന്ന ഓരോ കുടുംബത്തിനും, ഓരോ കുടുംബത്തിലേക്കും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. സ്നാപയോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനും ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങളുടെ തുടർച്ചയായ മരുഭൂമിയിലെ ശബ്ദമായി ഒരു നവപ്രവാചകനായി പ്രത്യക്ഷപ്പെടുന്നു നാം കാണുന്നു. എന്നാൽ ഈ പൗരോഹിത്യമോ ഈ പ്രവാചകത്വമോ ഒന്നും രക്തരൂഷിതമായ ആധിപത്യങ്ങളുടെയോ അല്ലെങ്കിൽ അടിച്ചമർത്തലിൻ്റേതോ അല്ല, മറിച്ച് ദൈവകൃപയുടെ മഹാപ്രവാഹമായി തീരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ കുടുംബത്തിലും വിശ്വാസത്തിൽ ആഴത്തിലേറിയ ആരാധനയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ യോഹന്നാന് തുല്യം സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പ്രാപ്തിയുള്ളവരും ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിൽ നിന്നും അകന്ന് രക്ഷകൻ്റെ സാക്ഷ്യത്തിനായി, രക്ഷകൻ്റെ മുന്നോടിയായി ഭവിക്കുന്നവരുമായി തീരും എന്നൊരു ചിന്ത നമുക്ക് നൽകുന്നില്ലേ? ഈ ലോകത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ലൗകിക സുഖങ്ങളിലും ഉൾപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളിൽ പലപ്പോഴും ഇപ്രകാരം പ്രവാചകത്വമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനും കഴിയാതെ പോകുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിന് വഴിയൊരുക്കുന്ന ഒരു കുടുംബത്തെ നാം ഇവിടെ കാണുകയാണ്. രക്ഷകൻ്റെ വരവിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു ദമ്പതികളെ വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ പക്വതയാർന്ന തലങ്ങളിലേക്ക് ഉയരുന്ന, വിശ്വാസരാഹിത്യത്തിൽ നിന്ന് കീർത്തനങ്ങളിലേക്ക് ഉയരുന്ന ഒരു കുടുംബത്തെ നാം ഇവിടെ കാണുകയാണ്. ആ ദൈവസാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മ രക്ഷകനെ പേറി കടന്നു വരുന്ന ആ ദൈവസാന്നിധ്യത്തിൽ കീർത്തനത്തിൻ്റെ സങ്കീർത്തനങ്ങളുടെ ഉടമയായി തീരുന്ന എലിസബത്തും ദൈവത്തിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ജനനത്തിൽ അവിശ്വാസത്തിൽ നിന്ന് പക്വതയാർന്ന പ്രവാചകൻ്റെ, പുരോഹിതൻ്റെ സങ്കീർത്തനങ്ങളിലേക്കും നാം നടന്നെത്തുമ്പോൾ ഇതൊരു പ്രയാണമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. പരിപൂർണമാക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രയാണം ദേവാലയബന്ധിയായ ജീവിതത്തിന്, പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിന് പകരം വെച്ചുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പൗരോഹിത്യം ഇവിടെ കാഴ്ചവെക്കപ്പെടുമ്പോൾ നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമെന്ന് എലിസബത്തിന് പാടാനാവും വിധം അത്യുന്നതൻ്റെ മുമ്പിൽ നീയോ കുഞ്ഞെ, നീ വഴിയൊരുക്കുവാൻ കടന്നു പോകുമെന്ന് തൻ്റെ മകനെ ആശംസിക്കുവാൻ തക്കവിധം സഖറിയായുടെ നാവ് ഉയരുമ്പോൾ, എലിസബത്തിൻ്റെ നാവ് ഉയരുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ദൈവീക പദ്ധതിയുടെ പക്വതയിലേക്ക് വളരുന്ന സഖറിയായെയും എലിസബത്തിനെയുമാണ്. ഈ കുടുംബത്തിൻ്റെ ചിത്രം നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിഫലിക്കട്ടെ. തൻ്റെ ശാരീരികമായ കുറവുകളോ ബാഹ്യമായ പരിമിതികൾക്കപ്പുറം, അതിൽ വിശ്വസിക്കുന്നതിനപ്പുറം ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുവാൻ ഓരോ കുടുംബത്തിനും ഇടയാകട്ടെ. ഓരോ മക്കളും യോഹന്നാനെ പോലെ തീക്ഷ്ണതയുള്ള ഏലിയായെപ്പോലെ രക്ഷകന് വേണ്ടി ജ്വലിക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കുവോളം താൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണമെന്ന് ആത്മബോധത്തിൽ വളരുന്ന
മക്കളായി തീരുവാൻ ദൈവം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലങ്ങളിൽ സ്നാപക യോഹന്നാനെ പോലെ തീഷ്ണത കൊണ്ട് നിറയുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.